ഹലോ ഗായ്സ്, വെൽക്കം ടു പ്രാൻസ് ഫാമിലി. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് എൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. ഇപ്പോൾ 2 മാസമായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ 2 മാസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമത്തെ എൻ്റെ യൂട്യൂബ് ഏണിങ്സിൻ്റെത്. അപ്പം ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലുമാണ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ കുറേ ആൾക്കാർ എന്നോട് ആ നേരം ചോദിച്ചായിരുന്നു, എങ്ങനെയാ മോണിറ്റൈസേഷൻ ആയത്, എങ്ങനെയാ ക്യാഷ് കിട്ടിയത്, ഒന്ന് പറഞ്ഞു തരാമെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും മറുപടിയൊക്കെ കൊടുത്തു, കുറച്ചൊക്കെ വിശദീകരിച്ചു കൊടുത്തു. നമുക്ക് എല്ലാം ഒന്നും പറ്റത്തില്ലല്ലോ. എനിക്ക് എങ്ങനെയാണ് ഏണിങ്സ് കിട്ടിയെന്നും എത്രയാണ് ഏണിങ്സ് കിട്ടിയതെന്നും എത്ര നാൾ എടുത്തെന്നും അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ യൂട്യൂബ് ഏർണിങ്സ് എത്രയാണെന്ന് പറയാം. നമുക്ക് യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ 100K മിനിമം ആകണം. 100K കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ. അപ്പം എനിക്ക് ഡോളർ കിട്ടിയത് 103 സംതിങ് ഡോളർ ഉണ്ടായിരുന്നു എൻ്റെത്. അത് നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പം 9300 സംതിങ് ആയിരുന്നു എനിക്ക് കിട്ടിയ എൻ്റെ ഫസ്റ്റ് ഏർണിങ്സ്. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു 2.5 വർഷമൊക്കെ ആകുന്നുണ്ട്. അപ്പം പക്ഷേ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് അത്ര നാളായിട്ടില്ല. 3-4 മാസമായി കാണും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട്. മോണിറ്റൈസേഷൻ ആകാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഞാൻ ഇടുന്നത് മൊത്തം ഷോർട്ട് വീഡിയോസ് ആണ്. ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാറില്ല, ഷോർട്ട് വീഡിയോസ് ആണ് ഇടുന്നത്. ഷോർട്ട് വീഡിയോസിലാണേലും ലോങ് വീഡിയോസിനാണേലും നമുക്ക് കുറേ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമല്ലേ ചാനൽ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. അപ്പോൾ എനിക്കും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും വാച്ച് ഹവറും ഷോർട്ട് വ്യൂസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ചാനൽ പതിയാണ് മോണിറ്റൈസേഷൻ ആയത്. എനിക്കറിയത്തില്ലായിരുന്നു ലൈവ് വന്നു കഴിഞ്ഞാൽ വാച്ച് ഹവർ കൂടുമെന്ന്. കാരണം ഞാൻ ലോങ് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ഷോർട്ട് വീഡിയോസിലൂടെ മോണിറ്റൈസേഷൻ ആക്കാം എന്നൊരിതായിരുന്നു. ഷോർട്ട് വീഡിയോസ് കൊണ്ട് മോണിറ്റൈസേഷൻ ആവത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി പതിയെ. കാരണം ഭയങ്കര പാടായിരുന്നു ഷോർട്ട് വീഡിയോസിനൊക്കെ വ്യൂസ് കൂടാൻ. എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 90 ദിവസം കൊണ്ട് 30 ലക്ഷം വ്യൂസ് ആണ് വേണ്ടത്. പക്ഷെ എനിക്കത് ഭയങ്കര ടാസ്ക് ആയിരുന്നത്. അങ്ങനെ ഒരു 9 മാസമൊക്കെ ആയി ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ലൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് വാച്ച് ഹവർ കൂടാൻ തുടങ്ങിയത്. അങ്ങനെ വാച്ച് ഹവർ കൂട്ടിയാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത്. നമ്മൾ ഈ ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് ഭയങ്കര പാടാണെന്നുണ്ടെങ്കിൽ, ലൈവ് ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ഹവർ ഒക്കെ പെട്ടെന്ന് കൂടും. അതേപോലെ സ്ക്രീൻ കാസ്റ്റ്, ഞാൻ ലൈവ് ചെയ്തെങ്കിലും സ്ക്രീൻ കാസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ സ്ക്രീൻ കാസ്റ്റോടൊക്കെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് ഹവർ പെട്ടെന്ന് കൂടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാം. ഞാൻ ലാസ്റ്റ് അങ്ങനെയാണ് ചെയ്ത് സ്ക്രീൻ കാസ്റ്റോടൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത്. മോണിറ്റൈസേഷൻ ആക്കിയാൽ നമ്മൾ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ എനിക്ക് പണി കിട്ടി. കുറേ ഡിലേ ആയിട്ടാണ് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറുന്നത്. കാരണം നമ്മൾ ഈ വെരിഫിക്കേഷന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ID നെയിമും ആഡ്സെൻസ് അക്കൗണ്ട് നെയിമും ഒക്കെ സെയിം ആയിരിക്കണം. അത് രണ്ടും രണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് റിജക്റ്റ് ആയി പോകും. അങ്ങനെ 2-3 തവണ റിജക്റ്റ് ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പക്ഷെ എനിക്കങ്ങനെ റിജക്റ്റ് ആയി പോയി. വേറൊരു ഇമെയിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കറക്റ്റ് ആയത് കേട്ടോ. അങ്ങനെ അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. പിന്നെ ലൈവിലൂടെ നമുക്ക് സൂപ്പർ ചാറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, ഗിഫ്റ്റ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടാണ് എനിക്ക് വേഗം $100 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കുറേ ആൾക്കാർ എനിക്ക് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് $100 പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അപ്പം ഞാനപ്പം വലുതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടും. ഇപ്പം പിന്നെ കുറച്ച് ഡിലേ ആണ് കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ മോണിറ്റൈസേഷൻ ആയതിനു ശേഷമാണ് എനിക്ക് പണി കിട്ടിയത്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അഥവാ ഇടാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മൾ വീഡിയോ ഒരു ദിവസം ഒന്നല്ല കുറച്ച് ദിവസം നമുക്ക് ഇടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വ്യൂസ് ഒക്കെ കുറയും.
അതുകൊണ്ട് മോണിറ്റൈസേഷൻ ആയാലും നമ്മൾ ഭയങ്കര നമ്മൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. പിന്നെ ഞാൻ നേരത്തെ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് ഇടുമായിരുന്നു. ലോങ് വീഡിയോസ് ഇടത്തില്ലെന്നേ ഉള്ളായിരുന്നു, ഷോർട്ട് വീഡിയോസ് എല്ലാം ഇടുമായിരുന്നു. ലൈവും എന്നും വരാൻ ശ്രമിക്കും, മിക്കവാറും എന്നും വരും. അങ്ങനെയാണ് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ കുറെ പേര് ഈ ഇൻസ്റ്റയിൽ ചോദിച്ചതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയതെന്നാണ്. അപ്പൊ മോണിറ്റൈസേഷൻ ആവാൻ ഞാൻ സിമ്പിൾ ഇത്ര ചെയ്തോളൂ, ലൈവ് ചെയ്ത് വാച്ച് അവർ കൂട്ടി, അങ്ങനെയാണ് ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയത്. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡും ഒക്കെ ആയിട്ട് ലിങ്ക് ഒക്കെ ആക്കി വെക്കണം. കാരണം അത് ഞാൻ ചെയ്യാത്തപ്പം എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറാനും ഡിലേ ആയി. പിന്നെ നമ്മളത് ലിങ്ക് ആക്കിയതിന് ശേഷമാണ് ക്യാഷ് ഒക്കെ അക്കൗണ്ടിൽ വന്നത്. അപ്പോ ഒത്തിരി ഒന്നും ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ലൈവ് ചെയ്താണ് ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയത്. പിന്നെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ ഈ ലൈവിന്റെ കാര്യം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ലൈവ് ചെയ്താൽ വാച്ച് അവർ കൂടും എന്നൊരു സംഭവം എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പം വാച്ച് അവർ കൂടുന്നത് കണ്ട് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് എനിക്ക് വാച്ച് അവർ കൂടിയതും പിന്നെ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളും ചാനലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ലൈവ് ഒക്കെ തുടങ്ങുക, സ്ക്രീൻ കാസ്റ്റ് ഒക്കെ ചെയ്യുക. അങ്ങനെ നമ്മുടെ വാച്ച് അവർ കൂട്ടാൻ പറ്റും. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആകും. പിന്നെ നമുക്ക് ഏർണിങ്സ് ഒക്കെ കയറും. പിന്നെ $100 ആക്കണം. $100 കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിൽ കയറത്തുള്ളൂ. അതിന് എത്ര നാളെടുത്തിട്ടാണേലും ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിൽ കയറത്തുള്ളൂ. പക്ഷേ $100 ആയില്ലെന്ന് പറഞ്ഞാൽ പോത്തൊന്നുമില്ല, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കാണും കേട്ടോ. അപ്പം $100 കംപ്ലീറ്റ് ആക്കണം. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മന്തും നമുക്ക് കാശ് കിട്ടണമെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെയും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നമ്മുടെ ഏർണിങ്സ് കൂട്ടണം. ഷോർട്ട് വീഡിയോസിനെക്കാട്ടിലും ഏർണിങ്സ് കൂടാൻ ലോങ് വീഡിയോസ് തന്നെയാണ് കൂടുതൽ ക്യാഷ് കയറുന്നത്. എന്നെപ്പോലെ ചെറിയ ചാനൽസ് ഒക്കെ ഉള്ളവർ, ഇത് അറിയാത്തവര് അധികം കാണത്തില്ലെന്ന് അറിയാം, പക്ഷേ എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി ചെയ്ത വീഡിയോ ആണ്. എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് വെച്ച് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇനിയും മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവര്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവുള്ളവരും ലൈവ് ഒക്കെ തുടങ്ങി പെട്ടെന്ന് വാച്ച് അവർ ഒക്കെ കൂട്ടി മോണിറ്റൈസേഷൻ ഒക്കെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.